ഡൗട്ട് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് ഇതും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ ഡൗട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ. ഇനി നമ്മൾ ഇന്നലെ ഇക്വലന്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. ഇക്വലന്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏതിലോട്ടൊക്കെയാണ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഏതിലോട്ടൊക്കെയാണ്? ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും അതുപോലെ തന്നെ എൻഡിങ് വർക്ക് ഇൻ പ്രോഗ്രസിലോട്ടുമാണ് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? അല്ലേ? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും ആണ് അല്ലേ നമ്മൾ കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന എൻഡിങ് വർക്കിംഗ് പ്രോഗ്രസിലോട്ടും ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും ആണ്. സോ ഈ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോസ്റ്റ് എത്രയാന്ന് കണ്ടുപിടിക്കുക. അതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരിയഡ് എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ്സ് കംപ്ലീറ്റ് അല്ലെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും ഫിഫോ മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലും ഏത് കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ ആണോ? ഓക്കെ. സോ ആദ്യം ഫിഫോ മെത്തേഡ്. അതായത് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും ബാക്കി ഇരിക്കുന്ന എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടുമാണ് നമ്മൾ കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ 5th സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത്. അതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ഒരു പീരീഡിൽ രണ്ട് മെത്തേഡിലും രണ്ട് തരത്തിലാണ് എത്ര കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് 5th സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത്. സോ 5th സ്റ്റെപ്പില് ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫിഫോ മെത്തേഡിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫോ മെത്തേഡിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഈ യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഇയറിൽ, ഈ കറണ്ട് പീരീഡിൽ, നമ്മൾ ഇപ്പോൾ ഉള്ള ഈ പീരീഡിൽ എത്ര കോസ്റ്റ് ആണോ ഇൻകർ ചെയ്തത് അത് മാത്രമേ രണ്ടിലോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കൂ. മനസ്സിലായോ? ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? ഇപ്പോഴും ബ്രേക്ക് ആണോ? ക്ലിയർ ആയില്ല? ഒരു മിനിറ്റ്. സോ ഫിഫോ മെത്തേഡില് നമ്മള് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും സോ ഫിഫോ മെത്തേഡിൽ നമ്മൾ ഈ ഇയറിൽ ഇൻകർ ചെയ്ത കോസ്റ്റ് മാത്രമേ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ. പക്ഷേ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ കോസ്റ്റ് ഇല്ലേ, ആ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഇത്രയും ഓർമ്മ മതി. നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഫിഫോ മെത്തേഡിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്
സോ നമ്മൾ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് യൂണിറ്റ്സ് കംപ്ലീറ്റഡിലും അതായത് ഫിനിഷ്ഡ് ഗുഡ്സിലും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലും ആണ്. സോ ഫിഫോ മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കറണ്ട് പീരീഡിൽ ഇൻകർ ചെയ്ത കോസ്റ്റ് മാത്രമാണ്. ഓക്കെ, കറണ്ട് പീരീഡിൽ ഇൻകർ ചെയ്ത കോസ്റ്റ് മാത്രമാണ് നമ്മൾ ഫിഫോ മെത്തേഡിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും എൻഡിങ് ഇൻവെന്ററിയിലോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് ഇല്ലേ, ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന എൻഡിങ്, അതായത് നമുക്ക് ലാസ്റ്റ് ഇയറിൽ കുറച്ച് കോസ്റ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ പറയാറില്ലേ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ ഒരു 60% ലാസ്റ്റ് ഇയറിലാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു പ്രൊഡക്റ്റ് 60% കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കുക. 60% കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഫിഫോ മെത്തേഡിൽ നമ്മുടെ അസംഷൻ എന്താ? 60% ലാസ്റ്റ് ഇയർ, 40% കറണ്ട് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതാണല്ലോ അസംഷൻ വരുന്നത്. മാത്രല്ല വേറെ ഒരു അസംഷനും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് ആയിരിക്കും ആദ്യം തീർക്കുന്നത്, അതിനുശേഷം മാത്രമേ കറണ്ട് ഇയറിലെ യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഒരു അസംഷനും കൂടെ ഉണ്ട്, അല്ലേ? സോ അതിന്റെ 60% ലാസ്റ്റ് ഇയർ ചെയ്തു, 40% കറണ്ട് ഇയർ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അസംഷൻ. മാത്രമല്ല ഒരു അസംഷനും കൂടെ ഉണ്ട്, അതായത് ഈ പ്രൊഡക്റ്റ്, അതായത് പകുതി കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന സാധനം ആദ്യം തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ കറണ്ട് ഇയറിലെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് എന്താ, ഈ കൊല്ലത്തെ 40% മാത്രമേ യൂണിറ്റ്സ് കംപ്ലീറ്റഡിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഇയറിലെ 60% ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിലാണ് കാണിക്കുന്നത്. കാരണം എന്താ, നമുക്കറിയാം ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് ആണ് ആദ്യം തീരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ എൻഡിങ്ങിലോട്ടും കംപ്ലീറ്റഡിലോട്ടും അലോക്കേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ? കറക്റ്റ് ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ഇത് മൊത്തം ഉള്ളത്, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അസംഷൻ മനസ്സിലായോ? കറണ്ട് ഇയറിൽ ഉണ്ടായ കോസ്റ്റ് മാത്രം നമ്മൾ എൻഡിങ്ങിലോട്ടും യൂണിറ്റ്സ് കംപ്ലീറ്റഡിലോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് ഇയറിൽ വന്ന ആ കോസ്റ്റ്, അതായത് അതിന്റെ പകുതി നമ്മൾ ഈ വർഷം ചെയ്തു, ബാക്കി പകുതി ലാസ്റ്റ് ഇയറിലാണ് ചെയ്തത്. ആ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? കാരണം എന്താ, അത് നമുക്കറിയാം ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമുക്ക് അടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് ആ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിൽ കാണിക്കും. ഓക്കെ, ഇനി വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് മെത്തേഡില് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സിന്റെ, അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കുന്നത്. അതായത് ആ ഡേറ്റ് വരെ, നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് വേറൊരു അസംഷനും കൂടി ഉണ്ട്. നമ്മുടെ ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സും നമ്മുടെ പുതിയ യൂണിറ്റ്സും നമ്മൾ ഒരേ രീതിക്കാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിന്റെ അകത്ത് എത്ര ബിഗിനിങ് കംപ്ലീറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എത്രയാണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, നമ്മൾ ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് തീർന്നതിന് ശേഷം മാത്രം ആയിരിക്കില്ല നമ്മൾ മറ്റേത് തുടങ്ങുന്നത്, ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ടു ഡേറ്റ് വരെ, അതായത് നമ്മൾ ഈ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷന് വന്ന കംപ്ലീറ്റ് കോസ്റ്റും, നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത കംപ്ലീറ്റ് കോസ്റ്റും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്.
ഓക്കെ, അതാണ് നമ്മൾ രണ്ടിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? രണ്ട് മെത്തേഡും ക്ലിയർ ആണോ? ഫിഫോ എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡിലെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കറണ്ട് പീരീഡിലെ മാത്രമേ എടുക്കുന്നുള്ളൂ. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ എടുക്കും. അതെങ്ങനെയാന്ന് ഇപ്പൊ ഞാൻ മനസ്സിലായോ? അതായത് ഫിഫോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 60% അതായത് 40% ബിഗിനിങ് ഈ ഇയറിൽ കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫിഫോ എന്ന് പറയുന്ന മെത്തേഡിൽ ആ 40%ഉം കറണ്ട് ഇയറിലെ കോസ്റ്റും കൂടെയാണ് കംപ്ലീറ്റഡിലും എൻഡിങ്ങിലോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ 60% കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യുന്നത്. വെയ്റ്റഡ് ആവറേജ് വരുമ്പോഴോ അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല. ആ 40% നമ്മൾ യൂണിറ്റ് കംപ്ലീറ്റഡിലോട്ടും എൻഡിങ്ങിലോട്ടും ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഇനി 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ദ കോസ്റ്റ് പെർ ഇ യു പി. കോസ്റ്റ് പെർ ഇ യു പി കണ്ടുപിടിക്കുക. കോസ്റ്റ് പെർ ഇ യു പി കാണുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ടുപിടിച്ച 5th സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ 4th സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ ഇ യു പി കിട്ടും. അതായത് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇ യു പി ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൺവേർഷൻ കോസ്റ്റിന്റെയും മെറ്റീരിയലിന്റെയും ഇ യു പി നമ്മൾ ഡിഫറെന്റ് അല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ കോസ്റ്റ് പെർ ഇ യു പി കാണുമ്പോഴും ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണണം. അതായത് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ മെറ്റീരിയലിന്റെ ഇ യു പി, കൺവേർഷൻ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കൺവേർഷൻ കോസ്റ്റിന്റെ ഇ യു പി. മനസ്സിലായോ? കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ ഇ യു പി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ ഇ യു പി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച 5th സ്റ്റെപ്പ്, അതായത് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇ യു പി ഇക്വലന്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4th സ്റ്റെപ്പ് കണ്ടുപിടിച്ചത് 5th സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ 4th സ്റ്റെപ്പ് ആണ് കോസ്റ്റ് പെർ ഇ യു പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് മെറ്റീരിയലിനും കൺവേർഷനും സെപ്പറേറ്റ് ആയിട്ട് ഇ യു പി കണ്ടുപിടിച്ചത് കൊണ്ട് കോസ്റ്റ് പെർ ഇ യു പിയും നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഋതിക, ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പ് അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ടു പ്രൊഡക്ട്സ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഏതിലൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? കംപ്ലീറ്റഡ് യൂണിറ്റ്സിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തായിരിക്കും? നമ്മൾ കണ്ടുപിടിച്ച കോസ്റ്റ് പെർ ഇ യു പി ഇൻറ്റു ഇ യു പി ചെയ്താൽ പോരെ? ക്ലിയർ ആയോ? ഇവിടെയും പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫിഫോ എന്ന് പറയുന്ന മെത്തേഡ് മനസ്സിലായില്ല. അതായത് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ കോസ്റ്റ് കണ്ടുപിടിക്കണേ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? യൂണിറ്റ് ഇൻറ്റു ഇ യു പി ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെ? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ കോസ്റ്റ് പെർ ഇ യു പി ഇൻറ്റു ഇ യു പി ചെയ്താൽ പോരെ? അല്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് അല്ലേ നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അതുപോലെ കോസ്റ്റ് പെർ ഇ യു പി ഇൻറ്റു ഇ യു പി ചെയ്താൽ മതി. അതായത് സ്റ്റെപ്പ് 4
ഇൻറ്റു സ്റ്റെപ്പ് 6. ഓക്കെ, ഇതിൽ പറയുന്ന ആകെ ഒരു നിങ്ങൾ മറക്കണ്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിഫോ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെത് അലോക്കേറ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് കോസ്റ്റ്, അതായത് കംപ്ലീറ്റഡ് യൂണിറ്റിലേക്കും എൻഡിങ് ഇൻവെന്ററിയിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കംപ്ലീറ്റ് കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് കാണിക്കുവാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇത് പറഞ്ഞു തരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു കംപ്ലീറ്റ് എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോയെ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് 150 യൂണിറ്റ്സ്, 60% completed. Okay. Second, beginning inventory ക്ക് വന്ന കോസ്റ്റ്, അതായത് ലാസ്റ്റ് ഇയറിലെ കോസ്റ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ കോസ്റ്റ് 250, കൺവേർഷൻ 500. ഓക്കെ, ഇനി മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത് ബിഗിനിങ്ങിലാണ്. മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത് ബിഗിനിങ്ങിലാണ്. ഓക്കെ, കൺവേർഷൻ കണ്ടിന്യൂസ് ആണ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കൺവേർഷൻ വരുന്നത്. ഓക്കെ, ഇനി 550 യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ വന്ന മെറ്റീരിയൽ കോസ്റ്റ്, കറണ്ട് ഇയറിൽ വന്ന മെറ്റീരിയൽ കോസ്റ്റ് 800 ആണ്. കൺവേർഷൻ കോസ്റ്റ് 6000 ആണ്. ഓക്കെ, എൻഡിങ് വർക്കിംഗ് പ്രോസസ് 80 യൂണിറ്റ്സ് ആണ്. അതിന്റെ 20% കംപ്ലീറ്റഡ് ആണ്. ഫിസിക്കൽ ഫ്ലോ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫിസിക്കൽ ഫ്ലോ കണ്ടുപിടിക്കും. ണ്ടോ? ഓക്കെ ആണോ?
ഓക്കെ, സോ ആദ്യം ഫിസിക്കൽ ഫ്ലോ കണ്ടുപിടിക്കുക. ഔട്ട് വരുന്ന പോർഷൻ പിന്നെ രണ്ടാമത് ഓക്കെ. സോ നമ്മൾ ഫിസിക്കൽ ഫ്ലോ കണ്ടുപിടിച്ചു 620 ആണ് ഫിസിക്കൽ ഫ്ലോ വന്നപ്പോൾ നമ്മൾ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് അതിൽ നിന്ന് കണ്ടുപിടിച്ചു 620. യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ് എത്ര കിട്ടി? 470 കിട്ടി. ഇനി EUP മെറ്റീരിയലും കൺവേർഷനും വരുമ്പോൾ മെറ്റീരിയൽ ബിഗിനിങ്ങിലാണല്ലോ ആഡ് ചെയ്യുന്നത്. സോ ബിഗിനിങ് വർക്കിംഗ് പ്രോസസിന്റെ ബിഗിനിങ് എവിടെയാ? ലാസ്റ്റ് ഇയറിലായിരുന്നു. സോ മെറ്റീരിയൽ 0. കൺവേർഷൻ ത്രൂ ഔട്ട് ദി പ്രോസസ് ആണ്. അതുകൊണ്ട് 60% ലാസ്റ്റ് ഇയർ കംപ്ലീറ്റഡ്, 40% കറണ്ട് ഇയർ കംപ്ലീറ്റഡ്. സോ കറണ്ട് ഇയറിലെ 40% എടുക്കുമ്പോൾ 60 എന്ന് വന്നു. ഇനി യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡോ? ഈ വർഷം തുടങ്ങി ഈ വർഷം തീർന്നതാണ്. സോ മെറ്റീരിയൽ എത്രയായിരിക്കും വരുന്നത്? മെറ്റീരിയൽ എത്ര വരും? 470 തന്നെ വരും അല്ലേ? കാരണം ഈ ഇയറിൽ തുടങ്ങിയതാണ്, 100% വരും. അതുപോലെ തന്നെ കൺവേർഷനും 470 തന്നെ വരും അല്ലേ? ഇനി സോറി, കൺവേർഷൻ 470 തന്നെ വരും. ഇനി അടുത്തത് വരുന്നത് എന്താ? അടുത്തത് വരുന്നത് എൻഡിങ് വർക്കിംഗ് പ്രോസസ്സ്. എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിൽ മെറ്റീരിയൽ എത്ര വരും? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിൽ മെറ്റീരിയൽ എത്ര വരും? എയ്റ്റ് തന്നെ വരും. കാരണം എന്താ? ഈ ഇയറിൽ തുടങ്ങി 100% എന്ന് പറഞ്ഞാൽ 80 യൂണിറ്റ്സ് ആണ്. സോ 80 വരും അല്ലേ? 80 വരും. കാരണം എന്തുകൊണ്ടാ? ഈ ഇയറിലാണ് എൻഡിങ് വർക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തപ്പം 100% മെറ്റീരിയൽ ആഡ് ചെയ്തു. സോ 80 യൂണിറ്റ്സിന്റെ 100% എന്ന് പറഞ്ഞാൽ 80. കൺവേർഷൻ എത്രയായിരിക്കും വരുന്നേ? 16. കാരണം എന്താ? ഈ ഇയറിൽ കംപ്ലീറ്റ് ചെയ്തത് 20% ഉള്ളൂ. 80യുടെ 20% 16. അപ്പൊ ടോട്ടൽ എത്രയാ വരുന്നേ? ടോട്ടൽ എത്രയാ വരുന്നേ? 550 വരും മെറ്റീരിയലിന്റെ EUP. 546 വരും EUP. ഇത്രയും പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ. ഇനി കോസ്റ്റ് ഇൻവേർഡ് കണ്ടുപിടിക്കണം. ഈ രണ്ട് സ്റ്റെപ്പ് ഞാനങ്ങ് കളഞ്ഞോട്ടെ. ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഞാൻ കളഞ്ഞോട്ടെ ഇത്. ഓക്കെ. സോ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഓക്കെ, കോസ്റ്റ് എത്രയാണ് ഈ ഇയറിൽ വന്ന കോസ്റ്റ്? ഈ ഇയറിൽ വന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരിക്കും വരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരിക്കും ഈ ഇയറിൽ മാത്രം ഇൻകർ ചെയ്ത മെറ്റീരിയൽ കോസ്റ്റ്? തന്നിട്ടില്ലേ ഇവിടെ? അല്ലടാ, അത് EUP അല്ലേ? ഞാൻ ചോദിച്ചേ, EUP എന്ന് പറഞ്ഞ യൂണിറ്റ്സ് ആണ്. യെസ്, 800 ഇവിടെ തന്നിട്ടുണ്ടല്ലോ നമുക്ക്. മെറ്റീരിയൽ ഈ ഇയറിൽ വന്ന മെറ്റീരിയലിന്റെയും കൺവേർഷന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. 800 ആണ് ഈ ഇയറിൽ വന്ന കോസ്റ്റ്, മെറ്റീരിയലിന്റെ കോസ്റ്റ്. കൺവേർഷന്റെ കോസ്റ്റ് 6000. ഇതെന്താ ഇങ്ങനെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കറണ്ട് ഇയറിലെ കോസ്റ്റ് മാത്രമേ ഫിഫോയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് 800ഉം 600ഉം എടുത്തത്. ഇതെന്ന് പറഞ്ഞാല് ഈ 250ഉം 500 എന്ന് പറഞ്ഞാല് ഈ 60% കംപ്ലീറ്റ് ആകാൻ ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിന് ലാസ്റ്റ് ഇയറിൽ വന്ന കോസ്റ്റ് ആണ് 250ഉം 500ഉം. മനസ്സിലായോ? ഈ ഇയറിൽ വന്ന കോസ്റ്റ് മാത്രമേ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ എടുക്കുള്ളൂ. സോ ഫിഫോയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ കോസ്റ്റ് ആണ്.
സോ 800 പ്ലസ് 800 ആൻഡ് 6000 ആണ് കോസ്റ്റ് വരിക. ഇനി കോസ്റ്റ് പെർ യു പി കണ്ടേ, കോസ്റ്റ് പെർ യു പി കണ്ടപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്ന്. അതായത് മെറ്റീരിയലിനും കൺവേർഷനും നമ്മൾ കോസ്റ്റ് പെർ യു പി സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? സോ മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യു പി എത്രയാ വരുന്നേ? മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യു പി എത്രയാ വരുന്നേ? കോസ്റ്റ് പെർ യു പി എത്രയാ വരുന്നേ? എത്രയാ വരുന്നേ? മെറ്റീരിയൽ കോസ്റ്റ് 800 ഡിവൈഡഡ് ബൈ യൂണിറ്റ് എത്രയാ വരുന്നേ? അതായത് ഇ യു പി എത്രയാ വരുന്നേ? മെറ്റീരിയലിന്റെ 550. ഉം. 1.4. ഓക്കെ, നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 1.46 നമുക്ക് എടുക്കാം. ഈ ഇത്രയും ഓക്കെ ആണോ? ഇനി മെറ്റീരിയലിന്റെ പറഞ്ഞേ, സോറി കൺവേർഷന്റെ യു പി പറഞ്ഞേ. കൺവേർഷൻ യു പി എത്ര വരുന്നേ? 6000 ഡിവൈഡഡ് ബൈ 546, അതായത് 10.99 എടുക്കാം. ഓക്കെ ആണോ? അപ്പം കോസ്റ്റ് പെർ യു പി വരെ കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ? ഇനി അലോക്കേഷൻ. ഇനി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അലോക്കേറ്റ് ചെയ്യുമ്പം ഒന്ന് ചെറുതാക്കുകയാണേ. ഓക്കെ, അലോക്കേഷൻ വരുമ്പം അലോക്കേഷൻ നമ്മൾ ഏതിലോട്ടൊക്കെയാ ചെയ്യുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് അല്ല, എൻഡിലോട്ടും അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും എൻഡിങ്ങിലോട്ടും അല്ലേ നമ്മൾ അലോക്കേഷൻ നടത്തുന്നേ? സോ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടുമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നമുക്ക് എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ നോക്കാം. അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് നോക്കാം, ഞാൻ എളുപ്പത്തിന് വേണ്ടിയാ പറയുന്നത്. എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ നോക്കാം. എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് മെറ്റീരിയൽ എത്രയായിരിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് മെറ്റീരിയൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എത്രയാ? 80 യൂണിറ്റ്സിന് പെർ യൂണിറ്റ് എത്രയാ വരുന്നത്? 1.46 അല്ലേ? 80 യൂണിറ്റ്സ് ആണ് ഉള്ളത്, അതിലേക്ക് 1.46, അതായത് 116.8 വരും. ഇനി കൺവേർഷനോ? കൺവേർഷൻ എത്ര യൂണിറ്റ്സിലേക്കാ? കൺവേർഷൻ എത്ര യൂണിറ്റ്സിലേക്കാ? 16 യൂണിറ്റ്സ് അല്ലേ? 16 യൂണിറ്റിന് ഇൻറ്റു 10.99, അതായത് 175.84. ഇത്രയും ക്ലിയർ ആയോ?
ഇത് ഓക്കെ ആണോ? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ പറയാം. അത് എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് അലോക്കേറ്റ് ചെയ്യണോ? BWIP എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റഡ് ആയി. പിന്നെ അത് എന്തിനാ എൻഡിങ്ങിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നേ? കറണ്ട് ഇയറിൽ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, എൻഡിങ് ഓക്കെ ആണല്ലോ അല്ലെ? സോ ഇനി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യം പറയാം. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊടുത്തേക്കുക. അതായത് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ കോസ്റ്റ്, അതായത് ലാസ്റ്റ് ഇയറിൽ 60% ഇൻകർ ചെയ്ത ഈ കോസ്റ്റുകള് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങ് അലോക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ഗുഡ്സിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് 250 പ്ലസ് 500 750 നമ്മള് ഈ 750 നമ്മള് BWIP യുടെ കോസ്റ്റ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കാണിക്കുകയാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് ഇയറിലെ കോസ്റ്റ്. ലാസ്റ്റ് ഇയറിലെ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു. ഇനി കറണ്ട് ഇയറിലെ കോസ്റ്റ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മെറ്റീരിയലിന് കറണ്ട് ഇയറിൽ മെറ്റീരിയലിന്റെ EUP എത്രയാണ് വരുന്നത്? 4 ബാക്കി 470 ആണ് വരുന്നത്. ബിഗിനിങ്ങിൽ 0 ആണ്, 470. സോ 470 ഇൻറ്റു എത്രയാണ് വരുന്നത് മെറ്റീരിയലിന്റെ? ഇൻറ്റു എന്ത് യൂണിറ്റ് കോസ്റ്റ് എന്ത് 1.46. 686.2 അല്ലേ? ഇനി കൺവേർഷനോ? കൺവേർഷൻ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? കൺവേർഷൻ ഈക്വൽ ടു കറണ്ട് ഇയറിലായത് എത്രയാ? 470 അല്ല, കൺവേർഷൻ 60 പ്ലസ് 470 അല്ലേ? അതായത് ഇവിടെ മെറ്റീരിയൽ EUP വരാത്തത് എന്തുകൊണ്ടാ? ഇത് ബിഗിനിങ്ങിൽ ആഡ് ചെയ്യുന്നോണ്ടാ. ഏതെങ്കിലും ഇടയ്ക്കാണ് ആഡ് ചെയ്യുന്നെങ്കിൽ ഈ കറണ്ട് ഇയറിനുള്ള കോസ്റ്റ് നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അത് മെറ്റീരിയൽ ഇടയ്ക്കാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ EUP ഇവിടെ ഒരു BWIPക്ക് ഒരു എമൗണ്ട് ഈ ഇയറിലെ വരില്ലേ? ഇതിപ്പം ബിഗിനിങ് ആന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ 0 വന്നത്. മനസ്സിലായോ? സോ കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മള് 470 പ്ലസ് 60 എത്രയാ? 530 യൂണിറ്റ്സിനാണ് ചെയ്യേണ്ടത്. കറണ്ട് ഇയറിലെ കൺവേർഷൻ ബാക്കി 530 യൂണിറ്റ്സ് ഇൻറ്റു 10.99 എത്രയാ വരുന്നത്? ക്ലിയർ ആയോ എങ്ങനെയാന്ന്? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇത് ഓക്കെ ആണോ? അതായത് ഇപ്പൊ കണ്ടോ, അത് മനസ്സിലായോ? അതായത് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിന്റെ എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൊടുക്കും. കാരണം എന്താ? നമ്മുടെ അസംഷൻ ആദ്യം നമ്മൾ ബിഗിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ബാക്കി ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി നമുക്ക് ഉറപ്പാണ്. സോ അതിന്റെ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൊടുക്കും. ഇനി കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് പറയുന്നത്. നോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിൽ നമ്മൾ കോസ്റ്റ് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. അതിന്റെ കാരണം നമുക്ക് ഉറപ്പാണ് അത്
കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. സോ അത് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് പോകും. അതാണ് ആ കോസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഏതൊക്കെയാ? കറണ്ട് ഇയറിൽ വന്ന കോസ്റ്റുകളാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്നത്. സോ കറണ്ട് ഇയറിൽ എല്ലാം ചെയ്യാൻ, കറണ്ട് ഇയറിൽ ഈ 40%ഉം അതുപോലെ തന്നെ എന്താ എൻഡിങ് വർക്കിംഗ് പ്രോസസ്സും യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡും ചെയ്യാൻ വന്ന കോസ്റ്റ് ആണ് ഈ 800ഉം 6000ഉം. മനസ്സിലായോ? ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിലെ 60%ന്റെ ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. കറണ്ട് ഇയറിൽ വന്ന ഈ കോസ്റ്റ് 800ഉം 6000 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കൺവേർഷന്റെ പൈസ എവിടുന്നാ കിട്ടിയേ? കൺവേർഷന്റെ ഇതല്ലേ 530 ആണോ? യെസ് മാം. നോക്ക്, ഇതാണ് ടോട്ടൽ EUP. ഇതില് 546 ആണ് ടോട്ടൽ കൺവേർഷന്റെ EUP വരുന്നത്. ഇതിൽ 16 എൻഡിങ്ങിലോട്ട് പോയി. അപ്പം ബാക്കിയുള്ളത് കംപ്ലീറ്റഡ് അല്ലേ? ആകെ 2 കാര്യമല്ലേ വരുന്നുള്ളൂ, എൻഡിങ്ങും കംപ്ലീറ്റഡും അല്ലേ വരുന്നുള്ളൂ. സോ ഇത് എൻഡിങ് ആണ്. 16 എൻഡിങ്ങിലോട്ട് നമ്മൾ കൊടുത്തു, ബാക്കി അപ്പം കംപ്ലീറ്റഡ് അല്ലേ? ഈ ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ? അപ്പൊ അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഫിനിഷ് ആയതല്ലേ? അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൊടുക്കും. 470 + 60. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത് തുടങ്ങാം. ഇത് ഓക്കെ ആണോ? ഓക്കെ. സോ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫിഫോ വെയിറ്റഡ് ആവറേജിലും കൂടെ ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വെയിറ്റഡ് ആവറേജിലും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകും. ആകെ വരുന്ന ഡിഫറൻസുകൾ എന്താണെന്ന് മനസ്സിലാവും. ആദ്യത്തെ സ്റ്റെപ്പിൽ ഡൗട്ട് ഇല്ലല്ലോ. അതായത് നമ്മുടെ ഫിസിക്കൽ ഫ്ലോയും യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ് ഒന്നും കണ്ടുപിടിക്കണ്ടല്ലോ. EUP തൊട്ട് കണ്ടുപിടിച്ചാ പോരെ ഇവിടെ? EUP തൊട്ട് കണ്ടുപിടിച്ചാ പോരെ? അപ്പൊ EUP കണ്ടുപിടിച്ചേ. മെറ്റീരിയലിന്റെയും കൺവേർഷന്റെയും EUP കണ്ടുപിടിച്ചേ. EUP എത്രയാ വരുന്നത് വെയിറ്റഡ് ആവറേജില്? എന്തോന്നും മിണ്ടാത്തെ? കേക്കുന്നില്ലേ? എങ്ങനെ EUP കാണുന്നേ? ദൈവമേ, EUP കാണാൻ മറന്നോ? ഇനി എൻഡിങ് വർക്കിംഗ് പ്രോസസ് എങ്ങനെയാ എടുക്കുന്നേ?
മാം റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓണാക്കി. സോ മെറ്റീരിയലിന് ഇത് പറ, മെറ്റീരിയൽ എങ്ങനെയാ വരുന്നത്? എൻഡിങ് വർക്കിംഗ് പ്രോസസ് പറഞ്ഞാൽ മെറ്റീരിയലിന് എങ്ങനെ വരും? 8 തന്നെ വരും അല്ലേ? കാരണം ബിഗിനിങ് ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കൺവേർഷൻ എത്ര വരും? പോർഷേറ്റ് ആണ്, സോ 6 ആണ് വരുന്നത്. കേൾക്കാൻ പറ്റണില്ലേ? യെസ് മാം. ഓക്കെ, അതായത് മെറ്റീരിയൽ നമ്മൾ യൂണിറ്റ്സ് കംപ്ലീറ്റഡിന്, അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ യൂണിറ്റ്സ് കംപ്ലീറ്റഡും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സും മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, യൂണിറ്റ്സ് കംപ്ലീറ്റഡിന് നമ്മൾ 100% ആണ് കൊടുക്കുന്ന മെറ്റീരിയൽ. സോ എത്രയായിരിക്കും വരുന്നത്? 620 വരും. ഓക്കെ, ഇനി എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിൽ മെറ്റീരിയൽ ബിഗിനിങ്ങിലാണല്ലോ ആഡ് ചെയ്തിരിക്കുന്നത്. സോ മെറ്റീരിയൽ എത്ര വരും? മെറ്റീരിയൽ എത്ര വരും? 8 തന്നെ വരും. കൺവേർഷൻ എത്ര വരും? 20% കംപ്ലീറ്റഡ് ഉള്ളൂ. സോ 80യുടെ 20% ആയി 60. സോ ടോട്ടൽ എത്രയാ വരുന്നത്? 700ഉം 636ഉം. UP കണ്ടുപിടിച്ചത് മനസ്സിലായോ? മാം UP ഫോർ കൺവേർഷൻ ഒന്നുകൂടെ പറയോ? UP കൺവേർഷൻ നമ്മൾ പറഞ്ഞല്ലോ, യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 100% മെറ്റീരിയൽ ആഡ് ചെയ്തു. യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാ? ബിഗിനിങ്ങും ഈ കൊല്ലം സ്റ്റാർട്ടഡ് ആൻഡ് ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് എത്രയാ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടുപിടിച്ചു. അതാണ് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത്. നമ്മൾ ചെയ്യുന്നത് UP കണ്ടുപിടിച്ചപ്പം 3 എലമെന്റ് ആണ് നമ്മൾ ഫിഫോയിൽ ആണെങ്കിൽ ഉള്ളത്. ലിഫോയിൽ ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജിൽ 2 എലമെന്റ് ആണ് ഉള്ളത്. കംപ്ലീറ്റ് ഇതിൽ ഇല്ലത്. കംപ്ലീറ്റഡ് ആൻഡ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് എൻഡിങ് വർക്കിംഗ് പ്രോസസ്സ്. സോ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് നമ്മൾ 100% കൊടുക്കും. എത്ര യൂണിറ്റ് ആണ് നമ്മൾ കറണ്ട് ഇയറിൽ കംപ്ലീറ്റ് ആകുന്നത്? 620. സോ കൺവേർഷന് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. ഇനി മെറ്റീരിയൽ ബിഗിനിങ്ങിലാണല്ലോ ആഡ് ചെയ്യുന്നത്. സോ എൻഡിങ് വർക്കിംഗ് പ്രോസസ്സ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് 80 തന്നെ, അതായത് 100% മെറ്റീരിയൽ എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിന് കൊടുക്കും. കൺവേർഷൻ എന്ന് പറഞ്ഞാലോ ത്രൂ ഔട്ട് ദി പ്രോസസ് ആണ്. 20% കറന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ 80യുടെ 20% 60. ഇതിനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും 700ഉം 636ഉം വന്നത്. ഓക്കെ, സോ ഇനി കോസ്റ്റ് കാണണം. ഏതൊക്കെ കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കാണണം. ഓക്കെ, ഏതൊക്കെ കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കാണണം. അപ്പം വെയ്റ്റഡ് ആവറേജ് നമ്മൾ എങ്ങനെയാ കാണുന്നത്? കോസ്റ്റ് ഈ ഡേറ്റ് വരെ ടോട്ടൽ എത്ര കോസ്റ്റ് ആയോ അതാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്ര വരും? മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്ര വരും? 250 പ്ലസ് 800. മനസ്സിലായോ? അതായത് 1050. അതായത് ടു ഡേറ്റ് വരെ.
ഈ ഡേറ്റ് വരെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വരെ എത്ര കോസ്റ്റ് മെറ്റീരിയലിന് വന്നോ അതാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് വെയിറ്റഡ് ആവറേജിന്റെ ഡിഫറൻസ്. ടോട്ടൽ കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? കൺവേർഷൻ കോസ്റ്റ് എത്ര വരും? കൺവേർഷൻ കോസ്റ്റ് എത്ര വരും? 500, 6000. 6500 വരും. സോറി, 6500 വരും. ഇനി ഓക്കെ, ഇനി കോസ്റ്റ് പെർ EUP കണ്ടുപിടിച്ചേ. കോസ്റ്റ് പെർ EUP. കോസ്റ്റ് പെർ EUP എത്രയാ? മെറ്റീരിയലിന്റെ പറഞ്ഞേ കോസ്റ്റ് പെർ EUP. മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ EUP പറഞ്ഞേ. മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ EUP എത്രയാ? $1050 divided by 700. എത്ര വരുന്നേ? 1.5. ഇനി കൺവേർഷന്റെയോ? $6,500 divided by 636. എത്ര വരും? 10.22. ഓക്കെ ആണോ? ഓക്കെ, ലൊക്കേഷൻ എങ്ങനെയാ നോക്കാം. അലോക്കേഷൻ എങ്ങനെയാ വരുന്നത്? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് മെറ്റീരിയൽ എത്ര ആഡ് ചെയ്യുന്നേ? മെറ്റീരിയൽ എത്ര ആഡ് ചെയ്യുന്നേ? 80 into 1.5. എത്ര വരുന്നേ? കൺവേർഷനോ എത്ര വരുന്നേ? 16 into 10.22. എത്ര വരുന്നേ?
163.52. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി അടുത്ത ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്തേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ? 620 into 1.5 620 into കൺവേർഷൻ ആണ്. 620 into 10.22. ക്ലിയർ ആയോ? തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ബിഗിനിങ്ങിലുള്ള മെറ്റീരിയൽ, ലാസ്റ്റ് ഇയറിലെ മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിൽ കാണിച്ചു. ബാക്കിയുള്ള കോസ്റ്റ് മാത്രം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി വെയിറ്റഡ് ആവറേജ് വന്നപ്പോഴോ ടോട്ടൽ കോസ്റ്റ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. സോ വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിൽസ്, അതായത് കോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൈസുകൾ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ നമ്മൾ വെയിറ്റഡ് ആവറേജിൽ കമ്പൈൻഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇയറിലെയും കറണ്ട് ഇയറിലെയും കൂടെ പ്രൈസ് ബിഗിനിങ്ങിന്റെ എടുക്കുന്നുണ്ടല്ലോ. സോ രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ കമ്പൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലാസ്റ്റ് ഇയറിലും കറണ്ട് ഇയറിലും ഒരേ കോസ്റ്റ് ആണെങ്കിലാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈസിൽ വ്യത്യാസം ഇല്ലെങ്കിൽ, ഇപ്പം ലാസ്റ്റ് ഇയറിൽ ഒരു യൂണിറ്റ് മെറ്റീരിയൽ വാങ്ങാൻ 50 ആയിരുന്നു, കറണ്ട് ഇയറിലും 50 ആണെങ്കിലേ നമ്മൾ അത് കമ്പൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഡിഫറെന്റ് അല്ലേ? മനസ്സിലായോ? അതായത് ഒരേപോലെ എന്നുള്ള, അതായത് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് യൂസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പ്രൈസസ് എല്ലാ ഇയറിനും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഫിഫോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വൺ വേർഡ് ഒക്കെ ആയിട്ട് ചിലപ്പം വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഓർത്താൽ മതി. ഫിഫോ എന്ന് പറയുന്നത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റഡ് ആവറേജ് പ്രൈസ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താ റിപ്ലൈ തരാത്ത? ക്ലിയർ ആയോ? സോ സ്പോയിലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ചില യൂണിറ്റ്സ് കംപ്ലീറ്റ് ആവത്തില്ല. അതായത് എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലും കാണത്തില്ല, അത് കംപ്ലീറ്റും ആവത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ചീത്തയായി പോവും, സ്പോയിൽഡ് ആയി പോവും. ഓക്കെ. അങ്ങനെയുള്ള യൂണിറ്റ്സിനാണ് നമ്മൾ സ്പോയിൽഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താ പറയാ, ഡിഫക്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്പോയിൽഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ യൂണിറ്റ് സ്പോയിൽഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫർദർ മെറ്റീരിയൽസോ ഫർദർ കൺവേർഷനോ ഒന്നും ആഡ് ചെയ്യില്ല. അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രോസസ്സിംഗിൽ നിന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ. സോ ഒരു പ്രോസസ്സിംഗിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് റിമൂവ് ചെയ്യുന്നതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത്
അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് നമ്മളൊരു ഡിഫക്റ്റീവ് യൂണിറ്റ് കണ്ടാൽ അതിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ സ്പോയിലേജ് എന്താന്ന്? ഓക്കെ. സോ ഈ സ്പോയിലേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല, അതായത് നമുക്കറിയാം നമ്മള് ബിഗിനിങ് വർക്കിംഗ് പ്രോസസ്സിലെ കുറച്ച് വർക്കിംഗ് പ്രോസസ്സും ഉണ്ട്, കൂടെ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തതും ഈ കൊല്ലം കംപ്ലീറ്റ് ചെയ്തതും ഉണ്ട്. ഓക്കെ. സോ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് ബിഗിനിങ് ആയിട്ടുള്ളതും ബിഗിനിങ് ഇൻവെന്ററിയിലുള്ളതും ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതുമായ യൂണിറ്റ്സ്, ഇത് മെയിൻ ആയിട്ട് എന്തൊക്കെയായിട്ടായിരിക്കും മാറുന്നത്? എൻഡിങ് വർക്കിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ കംപ്ലീറ്റഡ് യൂണിറ്റ്സുമായിട്ട് മാറും എന്നായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമായിട്ടില്ല, ചിലപ്പോൾ ആ യൂണിറ്റ്സ് ചിലത് സ്പോയിലുമായി പോകും. ഓക്കെ. സോ സ്പോയിൽഡ് യൂണിറ്റ്സിന്റെ ഇക്വേഷൻ, യൂണിറ്റ്സ് ഇൻ BWIP, അതായത് ബിഗിനിങ് വർക്കിംഗ് പ്രോസസ് പ്ലസ് സ്റ്റാർട്ടഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഈക്വൽ ടു യൂണിറ്റ്സ് ഇൻ എൻഡിങ് വർക്കിംഗ് പ്രോസസ് പ്ലസ് കംപ്ലീറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് ഔട്ട് പ്ലസ് സ്പോയിൽഡ് യൂണിറ്റ്സ്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ടോട്ടലി സ്റ്റാർട്ട് ചെയ്തത്, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്പോയിലേജ് പറയുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ രണ്ടായിട്ടായിരിക്കും. ഒന്ന് വർക്ക് തീരാതെ എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ടും വർക്ക് തീർന്നത് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ടും ആയിരിക്കും പോകുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ചിലപ്പം ചില യൂണിറ്റ്സ് സ്പോയിലേജും ആയി പോകാം, സ്പോയിൽഡ് ആയി പോകാന്നാണ് പറയുന്നത്. ഓക്കെ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്കറിയാം നമ്മള് ഈ ഈ ഒരു യൂണിറ്റ് നമ്മൾ സ്പോയിൽ ആയി എന്ന് അറിയുന്നത്, ചിലപ്പോൾ അറിയുന്നതിന് മുന്നേ നമ്മൾ അതിലേക്ക് കൺവേർഷനും മെറ്റീരിയലും ഒക്കെ ചെയ്തത് ഒരു പകുതി പ്രോസസ് ആയി കഴിഞ്ഞാണ് അത് സ്പോയിൽ ആയി പോകുന്നതെന്ന് വിചാരിക്കുക. ഒരു ഇത്ര ശതമാനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ യൂണിറ്റ് സ്പോയിൽ ആയി പോകുന്നെങ്കിൽ അതിൽ മെറ്റീരിയലും കൺവേർഷനും പോയിട്ടില്ലേ? ഒരു 50% നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാണ് അതിലേക്ക് അത് സ്പോയിൽ ആയി പോയത്. അപ്പം 50% അതായത് 50%ത്തിന് വേണ്ട മെറ്റീരിയലും കൺവേർഷനും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ അതിന് ഓൾറെഡി? ഓക്കെ. സോ ആ കോസ്റ്റ് നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് സ്പോയിലേജ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ എൻഡിങ് വർക്കിംഗ് പ്രോസസ്സ് ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് സ്പോയിലേജും ട്രീറ്റ് ചെയ്യുന്നത്. എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിലോട്ട് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാ? എത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയോ കറണ്ട് ഇയറിൽ അത്രയും പെർസെന്റേജിന് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ സ്പോയിലേജിനും എത്ര യൂണിറ്റ് ആണോ ഇത് കംപ്ലീറ്റ് ചെയ്തത്, എത്ര യൂണിറ്റ് ആണോ സ്പോയിലേജ് യൂണിറ്റ്, എത്ര യൂണിറ്റ് ആണോ നമ്മൾ ചെയ്തത്, അത്രയും യൂണിറ്റിനുള്ള കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. സോ സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോയിലേജും അതുപോലെ തന്നെ ഈക്വൽ യൂണിറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. ഈക്വൽ യൂണിറ്റ്സ് കാണാം സ്പോയിലേജിന്റെ കേസിലും. അതായത് ഇപ്പൊ അയ്യോ, അതായത് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് കുറച്ച് ഡിഫക്റ്റ് വന്ന സാധനം നമ്മൾ മാറ്റി വെക്കുന്നു, അതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫക്റ്റ് ആകുന്നത് വരെ അതിന് എത്ര കോസ്റ്റും, അതായത് അതിന് വേണ്ടി ആഡ് ചെയ്ത മെറ്റീരിയലും കൺവേർഷന്റെയും കോസ്റ്റ് നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എൻഡിങ്ങിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്പോയിലേജിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര യൂണിറ്റ് അത് കംപ്ലീറ്റ് ആയോ അത്രയുള്ള കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാണല്ലോ സ്പോയിൽ ആവുന്നത്. അപ്പം അതുവരെയുള്ള നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഇതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇനി പറയണത് നമ്മള് സ്പോയിലേജ് ട്രീറ്റ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ. സ്പോയിലേജ് ട്രീറ്റ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ
കാര്യം ഹൗ മെനി യൂണിറ്റ് സ്പോയിൽ, എത്ര യൂണിറ്റ് സ്പോയിൽ, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്, എത്ര യൂണിറ്റ് സ്പോയിൽ ആയി എന്ന് കണ്ടുപിടിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഓഫ് സ്പോയിൽഡ് യൂണിറ്റ്സ്, അതായത് നമ്മൾ എത്ര ഏത് പോയിന്റ് വെച്ച് എത്ര എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്തു എന്ന്, അതാണ് നമ്പർ ഓഫ് സ്പോയിൽഡ് യൂണിറ്റ്. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ സ്പോയിൽഡ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, എങ്ങനെയാണ് സ്പോയിൽഡ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോർമൽ സ്പോയിലേജ്, ഓക്കെ. സോ മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ എത്ര സ്പോയിൽഡ് യൂണിറ്റ്സ് ഉണ്ടെന്ന് കാണണം. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുന്നത് നോർമൽ സ്പോയിലേജ് ആൻഡ് അബ്നോർമൽ സ്പോയിലേജ് ആണ്. നോർമൽ സ്പോയിലേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നോർമൽ സ്പോയിലേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് കമ്പനി പ്രൊഡക്ഷൻ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അതായത് ഒരു ഇത്ര യൂണിറ്റ് ഒക്കെ, അതായത് ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. 100 യൂണിറ്റില് 100ഉം പെർഫെക്റ്റ് ആവണമെന്നില്ല. സോ ചിലപ്പോ ഒരു 20 യൂണിറ്റ്സ് ഒക്കെ ചിലപ്പം ചീത്തയായി പോയേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പോയിലേജിനെയാണ് നോർമൽ സ്പോയിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷനിൽ ഒരു ഇത്ര പെർസെന്റേജ് ഒക്കെ സ്പോയിലേജ് വരാൻ സാധ്യതയുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യും. അപ്പം ആ എക്സ്പെക്ട് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ നോർമൽ സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇനി അബ്നോർമൽ സ്പോയിലേജ് എന്തായിരിക്കും? നോർമൽ സ്പോയിലേജ് എന്തായിരിക്കും? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ ഇനി ഓരോരുത്തരുടെ പേര് വിളിക്കും കേട്ടോ. ഓക്കെ, നോർമൽ സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് മുകളിൽ വരുന്നില്ല, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വരുന്നതൊക്കെ അബ്നോർമൽ സ്പോയിലേജ് ആണ്. എക്സ്പെക്ട് ചെയ്യുന്നതിനെ നമ്മൾ നോർമൽ സ്പോയിലേജ് എന്നും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വന്ന അതിനെ നമ്മൾ അബ്നോർമൽ സ്പോയിലേജ് എന്ന് വിളിക്കും. ഓക്കെ, സോ എല്ലാ സ്പോയിലേജും ഒന്നെങ്കിൽ നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ അബ്നോർമൽ ആയിരിക്കാം. ഇത് ഏതെങ്കിലും ഒന്നായിരിക്കാം. ഓക്കെ, ഇനി നോർമൽ സ്പോയിലേജ് നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യൻ തരുന്നത് ഒന്നെങ്കിൽ ആസ് എ പെർസെന്റേജ് ഓഫ് number of units started in production. ഓക്കെ, അതായത് ഒന്നെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ ക്വസ്റ്റ്യൻ തരുന്ന കാര്യമാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് സ്പോയിലേജ് തരുമ്പോൾ ഇത്ര യൂണിറ്റ് സ്പോയിലേജ് ആന്ന് പറയുമ്പോൾ സോ എക്സ് എന്ന് പറയുന്ന കമ്പനി അതിന്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 50,000 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആണ്. അതിന്റെ കോസ്റ്റ് 6 lakh ആണ്.
ഈ 50,000 യൂണിറ്റ്സിൽ 25,000 യൂണിറ്റ്സ് കറണ്ട് ഇയറിൽ സെൽ ചെയ്തു. ഓക്കെ, എൻഡിങ് വർക്കിംഗ് പ്രോസസ്സിൽ കിടക്കുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് 80,000. കോസ്റ്റ് 80,000. ഇത് 50% കംപ്ലീറ്റഡ് ആണ്. Okay, so normal spoilage amount ആണ് തന്നിരിക്കുന്നത് 20,000. സ്പോയിലേജിന്റെ എമൗണ്ട് $20,000 ആണ് തന്നിരിക്കുന്നത്. 20,000. അബ്നോർമൽ സ്പോയിലേജ് 50,000 ആണ്. ഓക്കെ, സോ ഇതില് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പോർഷൻ ഓഫ് ടോട്ടൽ സ്പോയിലേജ് ദാറ്റ് ഷുഡ് ബി ചാർജ്ഡ് അഗൈൻസ്റ്റ് റവന്യൂ. അതായത് ഇതില് റവന്യൂന് എഗനിസ്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് ഓഫ് സ്പോയിലേജ് കാണിക്കും, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റവന്യൂന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര സ്പോയിലേജ് കാണിക്കുന്നു. 50,000 യൂണിറ്റ് കംപ്ലീറ്റഡ് ആണ്. അതിന്റെ കോസ്റ്റ് 6 lakh ആണ്. അതിൽ 25 യൂണിറ്റ്സ് ആണ് വിറ്റത്. ഓക്കെ, എൻഡിങ് വർക്കിംഗ് പ്രോസസ് 10,000 യൂണിറ്റ്സ് ഉണ്ട്. അതിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, പെർസെന്റേജ് തന്നിട്ടുണ്ട്. നോർമൽ ലോസ് 20,000, അബ്നോർമൽ 50,000. ഇതില് നമ്മൾ റവന്യൂന് എഗനിസ്റ്റ് സ്പോയിലേജ് കാണിക്കുന്നത്. കംപ്ലീറ്റിന്റെ ബേസിലാണ് സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ പറയണം. ഓക്കെ, യൂണിറ്റ്സ് കംപ്ലീറ്റഡിന്റെ ബേസിലാണ് സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 50,000 അബ്നോർമൽ സ്പോയിലേജ് ഉണ്ട്. ഓക്കെ, 50,000 അബ്നോർമൽ സ്പോയിലേജ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. 50,000 സ്പോയിലേജ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പം 20,000 നോർമൽ സ്പോയിലേജ് വന്നു. ഓക്കെ, ഈ 50,000 25,000 റവന്യൂ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ, 25,000 വിറ്റിട്ടുള്ളൂ. സോ ഈ നോർമൽ സ്പോയിലേജിന്റെ
എത്രയായിരിക്കും റവന്യൂന് എഗനിസ്റ്റ് വന്നിട്ടുണ്ടാവുക? എത്രയായിരിക്കും വന്നിട്ടുണ്ടാവുക? എത്രയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഉം കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ, സോ 50,000 ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ ഇനിയിപ്പോ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു പോവാണ്. 50,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതില് 25,000 ആണ് വിറ്റത്. അതായത് 25,000 യൂണിറ്റ്സിന്റെ റവന്യൂവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സോ ടോട്ടല് 50,000ന്റെ പ്രൊഡക്റ്റില് മാത്രമേ നമുക്ക് റവന്യൂ കിട്ടിയിട്ടുള്ളൂ. സോ നോർമൽ സ്പോയിലേജും ഹാഫ് മാത്രം ചാർജ് ചെയ്താൽ മതി. അതായത് 10,000 നോർമൽ സ്പോയിലേജ് ചാർജ് ചെയ്താൽ മതി എഗനിസ്റ്റ് റവന്യൂ. ഓക്കെ, അബ്നോർമൽ സ്പോയിലേജോ? അബ്നോർമൽ സ്പോയിലേജ് എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്. അത് ഫുൾ ആയിട്ട് തന്നെ ചാർജ് ചെയ്യണം. സോ ടോട്ടൽ റവന്യൂന് എഗനിസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യേണ്ട സ്പോയിലേജ് എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ, സോ പ്രോസസ് കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻ നോക്കിക്കോ. അതായത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ക്ലിയർ ആയിട്ട്? 3,000 ആണ് നോർമൽ അതായത് എടുക്കോ? 20,000 ഉള്ളതിൽ 10,000 നമ്മൾ റവന്യൂന് എഗനിസ്റ്റ് എടുക്കുകയുള്ളൂ. കാരണം ടോട്ടലി 50% വിറ്റ് പോയുള്ളൂ. സോ അതിന്റെ മാത്രം സ്പോയിലേജ് എടുത്താൽ പോരെ. ഇത് കണ്ടോ, സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റിന്റെ ബേസിലാണ്. ഈ 50,000 യൂണിറ്റ്സിന്റെ ബേസിലാണ് നോർമൽ സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത 50,000 ബേസിലാണ് സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ 25,000 വിറ്റിട്ടുള്ളൂ. അപ്പം ആ റവന്യൂവിനെ എഗനിസ്റ്റ് എത്ര കാണിക്കുന്ന ചോദിച്ചിരുന്നത്? 25,000 വിറ്റിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഹാഫേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. സോ ഹാഫേ വിറ്റിട്ടുള്ളൂ. സോ അതിന്റെ നമ്മുടെ ടോട്ടൽ സ്പോയിലേജിന്റെ ഹാഫ് നമുക്ക് കാണിച്ചാൽ മതി. അതായത് നമ്മളിപ്പോ എന്താ 25,000 ഇപ്പൊ 30,000 വിറ്റെങ്കിൽ ആ 50,000 യൂണിറ്റ് 30,000 എത്ര പെർസെന്റേജ് ആണോ അത് ഇൻറ്റു ആ നോർമൽ സ്പോയിലേജ്. നോർമൽ സ്പോയിലേജ് അതായത് ഇവിടെ ചോദിക്കുന്നത് റവന്യൂന് എഗനിസ്റ്റ് ആയിട്ട് വന്ന സ്പോയിലേജ് ആണ്. മനസ്സിലായോ? കിട്ടിയ റവന്യൂന് എഗനിസ്റ്റ് നമ്മൾ എത്ര സെല്ല് റവന്യൂന് സ്പോയിലേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 25,000 യൂണിറ്റ്സ് സെല്ല് ചെയ്തു. 50% ആണ് 25,000. അത് ഹാഫേ സെല്ല് ചെയ്തുള്ളൂ. സോ സ്പോയിലേജിന്റെ ഹാഫ് നമ്മുടെ റവന്യൂന് ആയിരുന്നെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് നോക്കുക. അതായത് 50,000 എത്ര പെർസെന്റേജ് ആണ് 30 നോക്കുക. ആ പെർസെന്റേജ് നോർമൽ സ്പോയിലേജ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക.
ക്ലിയർ ആയോ? ഓക്കെ. സോ ഇനി ബെനിഫിറ്റ്സ്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബെനിഫിറ്റ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് എന്തൊക്കെ ബെനിഫിറ്റ് നിങ്ങൾ പറഞ്ഞു? ഞാൻ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ബെനിഫിറ്റ് പറഞ്ഞു, എന്തൊക്കെയാ പ്രോസസ് കോസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് വരിക? ഓരോരുത്തർ പറഞ്ഞു, ഓരോ പോയിന്റ് പറഞ്ഞു. പറയില്ല, ഞാൻ പേര് വിളിക്കും. പേര് വിളിക്കണോ? പറയുന്നില്ലേ? യൂസ്, അതായത് ഹോമോജീനിയസ് പ്രൊഡക്റ്റിനായിരിക്കും പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് എന്താ? പിന്നെന്താ? ഇത് തന്നെ വേണമെന്നില്ല. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓരോ പ്രൊഡക്റ്റിനും മീൻസ് ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടല്ല, കംപ്ലീറ്റ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രോസസ് ആഡ് ചെയ്യാനും, അതായത് ഇപ്പം ഒരു പ്രോസസ്സ് വേണ്ട അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആഡ് ചെയ്യാം, അതൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതായത് ആ പെർട്ടിക്കുലർ പ്രോസസ്സിന്റെ കോസ്റ്റ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ പ്രോസസ്സ് ഇല്ല എങ്കിൽ അത് വേണ്ട. അതായത് ഇപ്പൊ നമ്മളൊരു മരം മുറിക്കുന്നു, അത് എന്താ പറയാ, മരം മുറിച്ച് അതിന് ശേഷം ചെയർ ഉണ്ടാക്കുന്നു, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് പ്രോസസ് ആക്കുന്നതിന് പകരം ഒരു പ്രോസസ് ആക്കാം, അല്ലെ? മരം മുറിച്ച് ചെയർ ഉണ്ടാക്കുന്ന പറഞ്ഞ ഒരു പ്രോസസ് ആക്കി വെക്കാം. അങ്ങനെ ആകുമ്പോൾ ആ പ്രോസസ്സിന്റെ കോസ്റ്റ്, അതായത് ആ ടോട്ടൽ പ്രോസസ്സിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. രണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ആ പ്രോസസ്സിനെ രണ്ടാക്കി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രോസസ്സുകൾ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോസസ്സിന് വരുന്ന കോസ്റ്റ് മൊത്തം കൂടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി അല്ല എങ്കിൽ അത് റിമൂവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അതാണ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത്. പിന്നെന്താ? പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിന് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് നമ്മുടെ കോസ്റ്റിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ബെനിഫിറ്റ്സ്. ഈ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് ഒന്ന്. പിന്നെ ജോബ് ഓർഡർ കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലറിക്കൽ വർക്കൊക്കെ കൂടുതൽ വേണ്ടി വരും. മനസ്സിലായോ? അതായത് ക്ലറിക്കൽ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് മൊത്തമായിട്ടുള്ള കാര്യമാണ് പ്രോസസ് കോസ്റ്റിംഗ് പറയുന്നത്. അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടേത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ടീമിന്റെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ പെർഫോമൻസ് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിലുള്ള ഓരോ എംപ്ലോയീസിന്റെയും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ ലിമിറ്റേഷൻ. അടുത്തത് പറഞ്ഞോട്ടെ, ജോബ് കോസ്റ്റിംഗ്. പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്താ? ജോബ് ഓർഡർ കോസ്റ്റിംഗ്, ജോബ് ഓർഡർ കോസ്റ്റിംഗില് നമ്മൾ കസ്റ്റമറിന്റെ ഓർഡേഴ്സിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കസ്റ്റമൈസ് ചെയ്താണ് എന്ത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണോ അവർ പറഞ്ഞത്. ഓരോ പ്രൊഡക്റ്റും യൂണീക്ക് ആണ്. സോ ഓരോ പ്രൊഡക്ഷനെ, അതായത് ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓരോ ജോബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടല്ലോ, ഇത് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷനും പറയാം.
ബെനിഫിറ്റ് എന്താ? അതായത് ഓരോന്നും കസ്റ്റമറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ജോബിന്റെയും പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ജോബും വ്യത്യസ്തമാണ്, അതിന്റെ കോസ്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഏത് പ്രോഫിറ്റബിൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ബെനിഫിറ്റ് ഓരോന്നിന്റെയും കോസ്റ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിന്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിന്റെയും അക്യുറേറ്റ് കോസ്റ്റ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു. ഇനി എന്താ ലിമിറ്റേഷൻ? ഒന്നാമത് നമുക്ക് ഭയങ്കര സൂപ്പർവിഷൻ വേണം. കാരണം എന്താ, ഓരോ അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക, എംപ്ലോയീസ് നല്ല അല്ലെ, ഓരോ യൂണിറ്റും ഡിഫറെന്റ് ആണ്. സോ ഇപ്പൊ ഓക്കെ ആണോ? പ്രൊഡക്റ്റും സെപ്പറേറ്റ് സൂപ്പർവിഷൻ വേണം. അതുപോലെ ഹൈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമുക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ഇതാണ് ലിമിറ്റേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ് മാം. ഇനി ഓപ്പറേഷൻ കോസ്റ്റിംഗ്. എന്താണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്? പറഞ്ഞേ. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിന്റെയും പ്രോസസ് കോസ്റ്റിംഗിന്റെയും മിക്സ് ആണ്. രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു അതായത് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് വരെ ജോബ്, അതായത് ജോബ് ഓർഡർ കോസ്റ്റിംഗ് ആയിരിക്കും, ആൻഡ് അതിനുശേഷം പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്. ഞാനിനി അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ലല്ലോ, അന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അടുത്തതിലോട്ട് നോക്കാം. ടൈം വെറുതെ കളയണ്ടല്ലോ. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി പറയാനുള്ളതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ലൈഫ് സൈക്കിൾ എന്താ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്? ഓക്കെ, സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഓക്കെ, ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഈ കോസ്റ്റിംഗില് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് ടൈം മൊത്തം, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് ടൈമിൽ എന്തൊക്കെ കോസ്റ്റ് വരുന്നോ ആ കോസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ക്ലിയർ ആയോ? സാധാരണ നമ്മൾ കോസ്റ്റിംഗ് മെറ്റീരിയൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന കോസ്റ്റ് അത് മാത്രമല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അല്ലേ?
ഇപ്പൊ പ്രോസസ് കോസ്റ്റിംഗിലാണെങ്കിലും നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ് വന്നു, അത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതില് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിൽ ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളും നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് പ്രോസസ്സ്, അതായത് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി വന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കോസ്റ്റുകൾ, പിന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ്, അങ്ങനെ ഒരു ആ പ്രൊഡക്റ്റ് ലൈഫ് ടൈമിൽ വരുന്ന എല്ലാ കോസ്റ്റുകളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ക്ലിയർ ആയോ? ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മറ്റു കോസ്റ്റിംഗിൽ നിന്നും ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിൽ നമ്മൾ ബിഫോർ പ്രൊഡക്ഷൻ ആഫ്റ്റർ പ്രൊഡക്ഷനും വരുന്ന കോസ്റ്റുകളൊക്കെ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതർ മെത്തേഡിലാണെങ്കിലോ, മറ്റു കോസ്റ്റിംഗ് മെത്തേഡുകളാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ പീരിയഡ് കോസ്റ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് നമ്മൾ ബിഫോർ പ്രൊഡക്ഷന് വേണ്ടി മുന്നൊരുക്കമായിട്ടുള്ള കോസ്റ്റുകളും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ കോസ്റ്റുകളെയും പ്രൊഡക്റ്റ് കോസ്റ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ്, അതായത് ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് എന്താ പറയാ, അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അല്ലെ? അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമല്ല, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ കോസ്റ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് അറിയാൻ പറ്റുമോ? ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന് അറിയാൻ, ആ പ്രോഫിറ്റുമായിട്ട് റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ കോസ്റ്റുകളും കൺസിഡർ ചെയ്തിരിക്കണം. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു കോസ്റ്റ് ആണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ക്ലിയർ ആയോ? ഇനി ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിന് മെയിൻ ആയിട്ട് 3 കാറ്റഗറി ആണുള്ളത്. ഒന്ന് അപ്സ്ട്രീം കോസ്റ്റ്. അതായത് അപ്സ്ട്രീം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ വന്ന ഡിസൈൻ അല്ലെ എഞ്ചിനീയറിംഗ് വർക്ക്, പിന്നെന്താ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനെ പ്രൊഡക്ഷന് മുന്നേ വന്ന കോസ്റ്റുകളെയാണ് നമ്മൾ അപ്സ്ട്രീം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്സ്ട്രീം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് മുന്നേ വരുന്ന കോസ്റ്റ്. ഇനി മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റുകൾ. ഇനി ഡൗൺ സ്ട്രീം കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞ്, അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരും, ആഫ്റ്റർ സെയിൽ സർവീസസ് വരും, വാറണ്ടീസ്, അങ്ങനെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കോസ്റ്റുകളാണ് ഡൗൺ സ്ട്രീം കോസ്റ്റ്. ക്ലിയർ ആയോ? ഡൗൺ സ്ട്രീം കോസ്റ്റ് ഒന്നുകൂടെ പറയോ? ഡൗൺ സ്ട്രീം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കോസ്റ്റ്. അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് കഴിഞ്ഞ്, ഇപ്പൊ ഒരു കാർ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കാം. കാർ മാനുഫാക്ചർ ആണെങ്കിൽ കാർ പ്രൊഡ്യൂസ് ചെയ്ത് കാർ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്ര വർഷത്തെ വാറണ്ടി ഉണ്ടാവും, ഇത്ര പ്രാവശ്യം ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് നമ്മൾ ഡൗൺ സ്ട്രീം കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ എക്സ്റ്റേണൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റേണലിനാണ്, ഇന്റേണൽ പർപ്പസിനാണ്. പക്ഷെ എക്സ്റ്റേണൽ ആണെങ്കിലോ, എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ നമ്മൾ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗിന് യൂസ് ചെയ്യുള്ളൂ. ഇന്റേണൽ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനാണ് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ഒറിജിനൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് മനസ്സിലാവും.
ഓക്കെ. അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു കാർ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും കാർ സെല്ല് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആഫ്റ്റർ സെയിൽ സർവീസസിന്റെ കോസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കില്ലേ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക, അല്ലേ? അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പം കമ്പനിക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞത് ആഫ്റ്റർ സെയിൽ സർവീസും ബിഫോർ പ്രൊഡക്ഷനും അങ്ങനെ ആ പ്രൊഡക്റ്റുമായിട്ട് വേണ്ടി വന്ന എല്ലാ കോസ്റ്റുകളും എടുക്കും. ഓക്കെ. അതിനനുസരിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ എല്ലാ കോസ്റ്റുകളും എടുത്ത് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം റീസണബിൾ ആണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ റീസണബിൾ ആണോ അല്ലയോ. ഓക്കെ. റീസണബിൾ ആണെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യും, റീസണബിൾ അല്ല എങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഓക്കെ. അതായത് ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റ് കമ്പനി മനസ്സിലാക്കുവാണ്, കമ്പനി ഡിസൈഡ് ചെയ്യാണ് ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിനെ കവർ ചെയ്യാൻ നമ്മുടെ സെയിൽസ് പ്രൈസ് കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻ നോക്കാം. ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്കുള്ളതാണ്, അല്ലാതെ ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ആണ്. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസിന്റെ കാര്യങ്ങൾ വരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലോങ് ടൈമിക്ക് വേണ്ടിയുള്ളത്. ഒരു ലോങ് ടൈം കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ, ഇങ്ങനെ നമുക്ക് റിസർച്ച് അല്ലെങ്കിൽ വാറണ്ടി അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് നോക്കി നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്ന ഒരു പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് കമ്പനിക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം ആ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ അതിനനുസരിച്ച് ഒരു ബെറ്റർ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ലൈഫ് ലോങ് ഉള്ള, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് മൊത്തം എത്ര കോസ്റ്റ് വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ റിസോഴ്സസ് ഫ്യൂച്ചറിൽ നമുക്ക് വേണം എന്ന് നേരത്തെ അറിയാൻ പറ്റും. ഇപ്പൊ ആഫ്റ്റർ സെയിൽ സർവീസിനാണെങ്കിലും ഇത്ര കോസ്റ്റ് വരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ആഫ്റ്റർ സെയിൽ സർവീസിന് വേണ്ടി എന്തൊക്കെ നമുക്ക് വേണം, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് വേണമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഓക്കെ. ഇതാണ് 3 ബെനിഫിറ്റ്. ബെനിഫിറ്റ് ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ഒന്നുകൂടെ പറയോ? തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ ഓൾറെഡി എന്താ പറയാ കണ്ടുപിടിക്കൂലോ, അസസ് ചെയ്യൂലോ. അതായത് ആഫ്റ്റർ സെയിൽ സർവീസിന് ഇത്ര കോസ്റ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ അതായത് ആഫ്റ്റർ സെയിൽസിന് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് ഇത്ര കോസ്റ്റ് വരും. ഇങ്ങനെയൊക്കെ അറിയുമ്പം ഇതിനൊക്കെ എന്തെങ്കിലും റിസോഴ്സസ് വേണം. ഇപ്പം മാർക്കറ്റിങ്ങിന് ഇത്ര കോസ്റ്റ് വേണ്ടി വരും എന്ന് പറയുമ്പോൾ ഓക്കെ, മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ എത്ര എംപ്ലോയീസിനെ നിയമിക്കണം, അല്ലെങ്കിൽ ആഫ്റ്റർ സെയിലിന് അതിന്റെ പ്രൊഡക്ട്സിനൊക്കെ എത്ര കോസ്റ്റ് ആവും, അങ്ങനെ ഫ്യൂച്ചറിലൊക്കെ എന്തൊക്കെ റിസോഴ്സസ് വേണോ അതിന്റെ കാര്യം കൂടെ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് നോക്കുകയാണ്. മാർക്കറ്റിംഗിന് ഓക്കെ ഒരു 50 എംപ്ലോയീസ് വേണമെങ്കിൽ ഓക്കെ 50,000 ആയിരിക്കും നമ്മൾ കോസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതിനു വേണ്ടി എംപ്ലോയീസിന് നമുക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെ എത്ര കോസ്റ്റ് വേണം, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ എന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ക്ലിയർ ആയോ തേർഡ് പോയിന്റ്? യെസ്. ഓക്കെ. ഇനി ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പം ആഫ്റ്റർ സെയിൽസ് അല്ലെങ്കിൽ വാറണ്ടി. ഇപ്പം നമുക്കറിയാം, ഇപ്പം കാറൊക്കെ ആണെങ്കിൽ ആദ്യം എന്തെങ്കിലും കാറെന്നല്ല, ഇപ്പൊ നമ്മൾ
ലാപ്ടോപ്പ് മേടിച്ചെങ്കിൽ ആദ്യത്തെ ഒരു കംപ്ലൈന്റ് എന്താ പറയാ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിന് എത്ര കോസ്റ്റ് വരും നമുക്ക് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ തരത്തിനും അതായത് ഓരോ ലാപ്ടോപ്പിനും ഉണ്ടാകുന്ന പ്രോബ്ലം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഓരോന്നിന്റെ കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് ഈ മെയിൻ്റെനൻസ് എത്ര വേണ്ടി വരും, അതിന്റെ പ്രൊഡക്റ്റിന് എത്ര മെയിൻ്റെനൻസ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടി വരും എന്ന് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതിന് വരുന്ന എന്തൊക്കെ പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് ആകും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റത്തില്ല. അതാണ് ഒരു ലിമിറ്റേഷൻ. ഓക്കെ, പിന്നെ നമ്മളിപ്പം ആഫ്റ്റർ സെയിൽസിന് ഇത്ര പ്രൈസ് വരും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും പ്രൈസ് കോസ്റ്റ് കൂടിക്കൂടി വരുവാണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് അക്യുറേറ്റ് ആയിരിക്കത്തില്ല. മനസ്സിലായോ? അതായത് മെയിൻ്റെനൻസിന് ഒരു 5,000, മെയിൻ്റെനൻസിന് വേണ്ട സാധനങ്ങൾക്ക് ഒരു 5,000 വരും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ചിലപ്പം ഇൻഫ്ലേഷൻ ഒക്കെ ആണെങ്കിൽ പ്രൈസ് മാറിയിട്ടുണ്ടാവും. സോ 5,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6,000 വേണ്ടി വരും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മൾ ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്, എക്സ്റ്റേണലിന് യൂസ് ചെയ്യുന്നതല്ല. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണോ ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയൂ, ലിമിറ്റേഷന്റെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ആഫ്റ്റർ സെയിൽസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ആഫ്റ്റർ സെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് 50 എംപ്ലോയീസ് വേണമെന്ന് നമ്മൾ 50 എംപ്ലോയീസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അവർക്ക് സാലറി ആയിട്ട് ഒരു 5,000 വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിലുള്ള അതായത് ഉള്ള മിനിമം സാലറി എന്ന് പറയുന്നത് ഒരു 10,000 ആണ്. അപ്പൊ നമുക്ക് ഈ 5,000 ആൾക്കാരെ കിട്ടുമോ? കിട്ടത്തില്ല. അതായത് കോസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കത്തില്ല. ഓരോ ഇയറിലും ഓരോ സാധനങ്ങളുടെയും വില കൂടിക്കൂടി വരും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഒരിക്കലും അക്യുറേറ്റ് ആയിട്ട് അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, സോ ഇത് ഡൗട്ട് ഇല്ലായെങ്കിൽ ഇന്നെടുത്തതിൽ ഡൗട്ട് ഇല്ലായെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണോ? എങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ.
കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? യെസ് മാം. ഓക്കെ. പിന്നെന്താ ആൻസർ ഒന്നും വരാത്തെ? ഓക്കെ, വന്നു. ഓക്കെ, സോ ആൻസർ കിട്ടിയോ? ഒരാളെ പറഞ്ഞോളല്ലോ, വേറെ ആർക്കും കിട്ടിയില്ലേ? മനസ്സിലായില്ലേ എന്താ? എന്താ ആൻസർ എന്താ പറയാത്തെ? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൂസി സ്പോർട്സ് വെയർ മാനുഫാക്ചേഴ്സ് എത്രയാ ഒരു ജോബ് ഓർഡർ കോസ്റ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. മാർച്ചിൽ അവർക്ക് ഇൻകർ ചെയ്ത ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ICU 2 എന്ന് പറയുന്ന ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് വരുന്നത് 13,700 ആണ് മെറ്റീരിയൽ കോസ്റ്റ്, 4,800 ആണ് ഡയറക്ട് ലേബർ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 1,400 ആൻഡ് സെല്ലിംഗ് 5,600. ഓവർഹെഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് 25 പെർ മിഷണർ ആണ്. ഓക്കെ, ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന മിഷണേഴ്സ് 7,000 ആണ് മിഷണേഴ്സ് വേണ്ടി വന്നത്. നമ്മളോട് ചോദിച്ച കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പെർ യൂണിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൽ എന്തൊക്കെ വരും? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൽ എന്തൊക്കെ വരും? എന്താ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡില്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർഹെഡ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാ? 13,700. ഡയറക്റ്റ് ലേബർ എത്രയാ? 4,800. ഓവർഹെഡ് എത്രയാ വരുന്നേ? 25 ആണ് പെർ മിഷണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 7,000 ആണ് ടോട്ടൽ മിഷണേഴ്സ്. സോ 25 into 7,000 ചെയ്താൽ കിട്ടില്ലേ? സോറി 7,000 അല്ല, 7,000 അല്ല, 800 ആണ് മിഷണേഴ്സ് കേട്ടോ. സോ 7,000 യൂണിറ്റ്സ് ആണ്, 800 ആണ് മിഷണേഴ്സ്. സോ 25 into 800 ചെയ്താല് ടോട്ടൽ ഓവർഹെഡ് കിട്ടില്ലേ? കിട്ടില്ലേ? പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പെർ യൂണിറ്റ് കാണാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അതായത് ചെയ്ത് കാണിച്ചു തരാം. മെറ്റീരിയൽ കോസ്റ്റ് 13,700. ഡയറക്റ്റ് ലേബർ 4,800. ഓവർഹെഡ് 25 800. എത്ര വരുന്നേ? എത്ര വരുന്നേ? 20,000. സോ ടോട്ടൽ എത്ര വരുന്നേ? ടോട്ടൽ കോസ്റ്റ് എത്രയാ വരുന്നേ? 38,500. ഓക്കെ, എത്ര യൂണിറ്റ്? നമ്പർ ഓഫ് യൂണിറ്റ്സ്
7,000. സോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പെർ യൂണിറ്റ് എത്രയാ വരുന്നത്? 5.5. ഇതെന്താ ഇത്ര ബുദ്ധിമുട്ടാണോ ഇത്? ഓക്കെ, നോർമൽ സ്പോയിലേജ് എത്ര? അതായത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആണ് എന്താ പറയാ ടോട്ടൽ സ്പോയിലേജ്. അതിൽ നോർമൽ സ്പോയിലേജ് എന്ന് പറഞ്ഞാല് ഗുഡ് യൂണിറ്റ്സ്, അതായത് ഇൻസ്പെക്ഷനിൽ പാസ് ചെയ്ത ഗുഡ്സിന്റെ 4% ആണ്. ഇവിടെ ഗുഡ് യൂണിറ്റ്സ് എത്രയാ വരുന്നത്? 28,500. സോ 28,500ന്റെ 4 നോർമൽ സ്പോയിലേജ്, അതായത് 1,140 ആണ് നോർമൽ സ്പോയിലേജ്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? 1,500 നോർമൽ സ്പോയിലേജ്, 1,001 നമ്മുടെ അബ്നോർമൽ സ്പോയിലേജ് എത്രയായിരിക്കും? 1,140. അതായത് 360 യൂണിറ്റ്സ് ആണ്. 360 യൂണിറ്റ്സ് അബ്നോർമൽ സ്പോയിലേജ്. ഓക്കെ, നമ്മളോട് കോസ്റ്റ് എത്രയാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എത്ര കോസ്റ്റ് ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 360 യൂണിറ്റ്സ് ആണ് നോർമൽ സ്പോയിലേജ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 25 ഡയറക്റ്റ് ലേബർ അവേഴ്സ് വേണം ഈ സ്പോയിലിംഗ് ആയ യൂണിറ്റിനെ ഗുഡ് യൂണിറ്റ് ആക്കാൻ. അതായത് സ്പോയിലേജിനെ നല്ലൊരു യൂണിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് 25 ഡയറക്റ്റ് ലേബർ അവേഴ്സ് വേണം. ഒരു യൂണിറ്റിന് 25 ഡയറക്റ്റ് ലേബർ അവേഴ്സ് വേണം. ഓക്കെ, സോ ഡയറക്റ്റ് ലേബർ അവേഴ്സ് യൂസ് ചെയ്യുന്ന ഏതിനൊക്കെയാ? ഡയറക്റ്റ് ലേബറിന് തന്നെ മാനുഫാക്ചറിങ് ഓവർഹെഡിന്. സോ എങ്ങനെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ലേബറിന്റെ കോസ്റ്റ് 16 ആണ്. സോ 60 × 25 ചെയ്താല് റീവർക്ക് ചെയ്യാൻ എത്ര ഡയറക്റ്റ് ലേബർ അവർ വേണമെന്ന് കിട്ടും. എത്ര വേണം? 60 × 25 ചെയ്തേ. എത്ര 60 × 25? ഇവിടെ നോക്കിക്കോ. 400. ഇനി മാനുഫാക്ചറിങ് ഓവർഹെഡും ഡയറക്റ്റ് ലേബറേഴ്സിന്റെ ബേസിലാണ് കൊടുക്കുന്നത്. സോ 30 ആണ് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. സോ 30 × 25 എത്രയാ വരുന്നേ? 750. ഓക്കെ, സോ 400 + 750. 400 + 750, അതായത് ഡയറക്റ്റ് ലേബർ മെറ്റീരിയൽ ഓൾറെഡി ഉണ്ടല്ലോ. സോ 25 ഡയറക്റ്റ് ലേബർ, ഒരു യൂണിറ്റിന് 25 ഡയറക്റ്റ് ലേബേഴ്സ് യൂസ് ചെയ്താലേ ഈ പ്രൊഡക്റ്റിനെ ഒരു ഗുഡ് യൂണിറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതല്ലേ നമ്മുടെ ലോസ്? അതായത് ആ പ്രൊഡക്റ്റിൽ ഇത്രയും കൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ അത്രയും യൂണിറ്റ്, എത്ര യൂണിറ്റ് ഉള്ളത്? 1,150 ആണ് കോസ്റ്റ് വരുന്നത്. ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് ആണ് 1,150. സോ 360 യൂണിറ്റ് എത്ര വരും? 360 × എത്ര വരും? 360 × 1,150 എത്രയാ വരുന്നേ? എത്രയാ വരുന്ന ആൻസർ?
ഓക്കെ, സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റത്. ഇത് 0.25 ഡയറക്ട് ലേബർ ആയിരുന്നു കേട്ടോ. 0.25 ഡയറക്ട് ലേബർ ആയിരുന്നു. നമ്മൾ 25 എന്നല്ലേ എടുത്തത്, ആ പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ 0.25 ഡയറക്ട് ലേബർ ആണ് ഒരു യൂണിറ്റിന് വേണ്ടത്. സോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റിയ, ഒരു 2 സീറോ മാറ്റിയാൽ മതി. മനസ്സിലായോ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ഓൾറെഡി സ്പോയിൽ ആയ അബ്നോർമൽ ആയിട്ട് സ്പോയിൽ ആയ സാധനത്തിനെ നമ്മളൊരു നല്ലതാക്കി മാറ്റണം, ഗുഡ് യൂണിറ്റ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തത് കൂടാതെ ഇതും സ്പെൻഡ് ചെയ്യണം. ആ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന സാധനമല്ലേ നമുക്ക് വന്ന ലോസ്. അതായത് ഈ 1500 യൂണിറ്റ് അബ്നോർമൽ ആയിട്ട് വന്ന, അതായത് അബ്നോർമൽ ആയിട്ട് വന്ന യൂണിറ്റ്സിന്, അതായത് 360 യൂണിറ്റിനെ ഗുഡ് യൂണിറ്റ് ആക്കി മാറ്റാൻ നമ്മൾ ഇനിയും 0.25 ഡയറക്ട് ലേബറേഴ്സ് ഒരു യൂണിറ്റിന് മുടക്കണം. ഓക്കെ, ഡയറക്ട് ലേബറേഴ്സ് വെച്ച് വരുന്ന കോസ്റ്റ് ഏതൊക്കെയാ? ഡയറക്ട് ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും. സോ 30 into 0.25 അത്രയും, അതായത് 75 മാനുഫാക്ചറിങ് ഓവർഹെഡും, അതുപോലെ തന്നെ മറ്റെത്രയായിരുന്നു വരുന്നത്? 0.25 into 60 അത്രയും 40 ആണെന്ന് തോന്നുന്നല്ലേ വരുന്നേ? 40 അത്രയും കൂടെ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഒരു നോർമൽ പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത കോസ്റ്റിൽ നിന്നും എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ് നമുക്ക് വരുന്ന ലോസ്. സോ 4140 ആണ് നമുക്ക് വരുന്ന അബ്നോർമൽ ലോസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതില് ഇല്ലാത്ത ആൾക്കാർ ആരാന്ന് മാത്രം ഞാൻ നോക്കുന്നുള്ളൂ, കാരണം കുറച്ച് ആൾക്കാരല്ലേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് ഓൾറെഡി തുടങ്ങിയ ആൾക്കാർ, അതായത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേര് മാത്രം വിളിക്കാം കേട്ടോ. അപ്പൊ അവര് പറഞ്ഞാ മതി, ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ മതി. അൻസു ഉണ്ടോ? അൻസു, ബിൻസി, ജെയിൻ, ഹരിശങ്കർ, സൗമ്യ വർഗീസ്, ലക്ഷ്മി, അനഘ, കൃഷ്ണ,